ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം മുഴക്കുന്നു. പലയിടത്തും ഡൽഹിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതുപോലെ തന്നെ BJPയുടെ ദേശീയ ആസ്ഥാനത്തിന് മുന്നിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തുന്നു. പ്രധാന പാതകളിൽ ബാരിക്കേഡുകൾ നിരത്തുന്നു. അങ്ങനെ വലിയ സുരക്ഷയിൽ ഇപ്പോൾ തലസ്ഥാനം പോകുന്നു. പ്രതിഷേധവും ആ തരത്തിലേക്ക് തന്നെ വ്യാപിക്കുന്നുണ്ട് എന്നതാണോ മനസ്സിലാക്കേണ്ടത്? വസതിക്ക് മുന്നിൽ വലിയ സംഘം പ്രവർത്തകർ തടിച്ചുകൂടി മുദ്രാവാക്യം മുഴക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അനുജ, തീർത്തും ആസൂത്രിതമായ ഒരു നീക്കം തന്നെയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഡൽഹി പോലീസിന്റെ കൃത്യമായ സഹായത്തോടെ, ആശയവിനിമയത്തോടെ തന്നെയാണ് ഈ കാര്യങ്ങൾ അറസ്റ്റിലേക്ക് എത്തിയത്. ED സംഘം എത്തിയതിന് പിന്നാലെ തന്നെ വലിയ പോലീസ് സംഘത്തെയും ഇവിടെ വിന്യസിച്ചിരുന്നു. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരെ ആ വഴിയിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. അതിനായി പ്രത്യേക വാഹനങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. 2 ബസ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ ഇതിനകം തന്നെ ഈ കെജ്രിവാളിന്റെ വസതിക്ക് സമീപത്ത് നിന്നും കൊണ്ടുപോയി കഴിഞ്ഞു. മറ്റൊരു വാഹനം ഇതാ തയ്യാറായി നിൽക്കുന്നു. അതേസമയം മുൻ ഗേറ്റിന് സമീപമാണ് പ്രവർത്തകർ ഇപ്പോഴും ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പേർ എത്തിക്കൊണ്ടിരിക്കുന്നത്. പിൻ ഗേറ്റിൽ എത്തുന്നവരെ ഉടനടി നീക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. ശക്തമായ നടപടി തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ നടക്കുന്നത്. ഏതാണ്ട് 7 ACP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സുരക്ഷാ ചുമതല. ഈ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ഉൾപ്പെടെ മുൻകൂട്ടി കണ്ട് അത് തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ്. തീർച്ചയായും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്നുള്ളത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം, ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത്തരത്തിൽ അറസ്റ്റ് ഉണ്ടായേക്കും എന്ന തരത്തിലുള്ള സൂചനകൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തന്നെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും എന്ന് നേതാക്കൾ വരെ പറഞ്ഞെങ്കിലും ഇത്തരത്തിൽ കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി ഉണ്ടായി മണിക്കൂറുകൾക്കകം, പ്രത്യേകിച്ചും ഈ ഹർജി ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ഇത്തരത്തിലൊരു നടപടി EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്ന് രാത്രി അത്തരത്തിലൊരു നടപടി ആം ആദ്മി പാർട്ടി പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല. പ്രവർത്തകർ എന്നാൽ ഈ വിവരമറിഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ ഇത്തരത്തിൽ പ്രതിഷേധത്തിന് സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് BJPയുടെ ദേശീയ ആസ്ഥാനം ആം ആദ്മി പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്തിൽ നിന്നും ഏതാണ്ട് മീറ്ററുകൾ മാത്രം അകലെയാണ്. സ്ഥിരമായി ഇരു പാർട്ടികളും തമ്മിൽ പ്രതിഷേധം നടത്താറുള്ള ഇടമാണ് ഇതിനിടയിലുള്ള പ്രദേശം. ഇവിടെ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിരിക്കുന്നു. ബാരിക്കേഡുകൾ നിരത്തിയിരിക്കുന്നു. വളരെ ആസൂത്രിതമായി തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും അതിനെ നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഡൽഹി പോലീസിന്റെ കൃത്യമായ പിന്തുണയോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ഈ ഉന്നത ED ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തുകയും തുടർന്ന് ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയുമായിരുന്നു. കെജ്രിവാളിന്റെ വസതിയിൽ സെർച്ചിനായുള്ള വാറണ്ടാണ് അദ്ദേഹത്തിലെ വസതിയിലെ ജീവനക്കാരെ കാണിച്ചത്. തുടർന്ന് അകത്ത് കയറി കെജ്രിവാളിനെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ളവ യിലേക്ക് ED കടക്കുകയായിരുന്നു. ജോയിന്റ് ഡയറക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയത്. അതേസമയം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഇതിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം. നേരത്തെ തന്നെ ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ കെജ്രിവാളിൽ ഊന്നി ആണ്. ദേശീയ തലത്തിൽ വരെ പാർട്ടിക്ക് ഏകമുഖമാണ് അരവിന്ദ് കെജ്രിവാൾ. ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സംഘടനാ തലത്തിലും പാർട്ടി സർക്കാരിനെയും ബാധിക്കാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ, കൂടിയാലോചനകൾ പല ഘട്ടങ്ങളിലായി ആം ആദ്മി പാർട്ടി നടത്തിയിരുന്നു. അതിൽ പ്രധാനമായ ഒരു കാര്യം സർക്കാരിൽ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നു. മറ്റാരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്ന കാര്യം ചർച്ച ചെയ്തിരുന്നു പാർട്ടിയിൽ. എന്നാൽ അത് ഒരു പേരിലേക്ക് എത്തിയിരുന്നില്ല. തുടർന്ന് അറസ്റ്റ് ഉണ്ടായാലും കെജ്രിവാൾ തന്നെ നയിക്കട്ടെ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. ശക്തമായ പ്രതികരിക്കുമ്പോൾ അതിഷി പറഞ്ഞതും അത് തന്നെയാണ്. അരവിന്ദ് കെജ്രിവാൾ ജയിലിലിരുന്ന് ഭരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. AAP നേതാവും മന്ത്രിയുമായ അതിഷിയുടെ പ്രതികരണം അല്പസമയം മുൻപാണ് നമ്മൾ കണ്ടത്. ഡൽഹിയുടെ മുഖ്യമന്ത്രി പദവിയിൽ കെജ്രിവാൾ തുടരും. സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കിയത്.